ഓ മൈ ഗോഡിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു മോഡലിനെ ഇരുത്തി പടം വരയ്ക്കാൻ ഒരു ആർട്ടിസ്റ്റ് വന്നിരിക്കുകയാണ്. ഗ്രാമീണ ജീവിതത്തിലെ മറ്റൊരു ചിത്രത്തിന്റെ മോഡലാകാൻ എത്തിയ വീട്ടമ്മയ്ക്കാണ് ഇന്ന് പണിയൊരുങ്ങുന്നത്. ഈ വീട്ടമ്മ വന്നില്ലെങ്കിൽ മോഡലാവാൻ തയ്യാറെടുത്ത് രാവിലെ മുതലെത്തിയ സ്ത്രീയുടെ ശല്യം ഈ വീട്ടമ്മ എങ്ങനെ സഹിക്കും? കാണാം പ്രാങ്ക് കെണി ഒരുക്കിയ ഓ മൈ ഗോഡ്. ഞങ്ങൾക്ക് നെല്ലിക്കുന്ന കൊട്ടാരക്ക് നമ്മൾക്ക് 6:30 മണിയായപ്പോഴും എത്തി. ഇപ്പോൾ 6 മണിക്കാണ്ട് വന്നതാ. ലേറ്റായി എന്ത് വന്നാൽ മതിയെന്ന് പറഞ്ഞു. എന്നെയും വിളിച്ചതാ. 2 പേരെ പക്ഷെ വരയ്ക്കുള്ളൂന്നാ പറഞ്ഞത്. ഞാനാ രണ്ടാമത് വന്നത്. അനങ്ങരുതേ സാർ രണ്ടാമത് ഇനി ഞാനാണോ? സാറ് പറയും, നമ്മളല്ല പറയുന്നത്. ഞാൻ രണ്ടാമതാണ് വന്ന. അല്ല, ഫോട്ടോ അയച്ചു കൊടുത്തു. രണ്ടാമത് വരുന്നതോ മൂന്നാമത് വരുന്നതല്ല. ഫോട്ടോ അയച്ചു കൊടുത്ത് സാറിന് ഇഷ്ടപ്പെട്ട ആളിനെ വരയ്ക്കും. അവർക്ക് അപ്പോഴും പൈസ കൊടുക്കും. 6:30 മണിക്കേ വന്നിരിക്കുകയാണ്. ഈ ചേച്ചി ഇപ്പോഴല്ലേ വന്നേ? അതാ ഒരു ഫോട്ടോ അയച്ചു കൊടുത്ത് ഇഷ്ടപ്പെട്ടു. അല്ല, എന്റേതും ഇഷ്ടപ്പെട്ടു എന്നല്ലേ പറഞ്ഞാ എന്താ നമുക്കറിയില്ല. സാറത് പറയും. എന്താ ഇരിക്കണേ, അത് മര്യാദക്ക് ഇരിക്കണ്ടേ? പൈസ കിട്ടൂല്ലോ അല്ലേ? പൈസ വെച്ചോണ്ടാ ഞാൻ ഇരിക്കുന്നത്. ഇതിപ്പോ ഇത് കഴിഞ്ഞാൽ ഇതിന്റെ പൈസ 2 പേരെ എടുക്കുള്ളൂ. ഇതെങ്ങനെ ഇടയ്ക്കിടയ്ക്കുണ്ടോ? ഇതിങ്ങനെ ഇതിൽ വന്നിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ മാസത്തിൽ 2 തവണ ഇതുപോലെ വരും. മാസം ഒരു 10,000 രൂപ റെഡി ക്യാഷ് ആണ്. രാവിലെ 7 മണിക്ക് 6 മണി. ആ കൊച്ചു 6 മണിക്ക് വന്നു. 6:30 എത്തി. എത്ര മണിക്ക് വരുന്നു എന്നുള്ളതിലല്ല, മനസ്സിലായോ? ഫോട്ടോ അയച്ചു കൊടുത്തല്ല. ഫോട്ടോ ഇഷ്ടപ്പെട്ടില്ലേ അവർ വിളിക്കുന്നത്. മാഡത്തിന്റെ അടുത്ത് ഓക്കെ വരാൻ പറഞ്ഞോ? വരാൻ പറഞ്ഞു എന്റെ അടുത്ത്. വരാൻ പറഞ്ഞു ഉറപ്പിച്ചിട്ട് ഈ ചേച്ചി വന്നില്ലായിരുന്നെങ്കിൽ എന്റേതായിരുന്നിരിക്കും അല്ലേ? 2 പേരെ വരിക്കും. ചേച്ചി ലേറ്റായി. ഈ ചേച്ചി ഇപ്പോഴല്ലേ? ഇല്ല, ലേറ്റായില്ല. ഇത് വരച്ചു തീർന്നിട്ടില്ലേ പറ്റുള്ളൂ. ഇതാണെങ്കിൽ അവിടെ ഇരിക്കുകയും ചെയ്യണം. 6:30 കൊണ്ടാക്കിയിട്ട് അവിടെ ഇരിക്കണം ഹസ്ബൻഡ്. പുള്ളി കഴിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതിൽ വരുമ്പോൾ ഉണ്ടല്ലോ, ഒരിക്കലും ഇങ്ങനെ ഇത്തരക്കാരെ കൊണ്ടുവരാതിരിക്കാൻ മാക്സിമം നോക്കണം. ചേച്ചി ഉണ്ട്, അവരെ കൂടെ വന്നു, അവരെ കാര്യം നോക്കണം. അതല്ലേ എൻ്റെ ഡീസൻസി. രാവിലെ വന്ന് പുള്ളി മദ്യപിച്ചിട്ടാണ്. ഈ രാവിലെ 6 മണിക്കൊക്കെ ഇത് എവിടെ നിന്നാണ് കഴിക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു എന്താണ് മാന്യത കീപ്പ് ചെയ്യണ്ടേ? സാർ ആ പോഷൻ മതിയല്ലേ സാർ? ഓക്കെ അല്ലേ? ഓക്കെ. രണ്ടാമത്തേത് എന്തോ കൊടവോ? എനിക്കറിയത്തില്ല. എന്നെ വിളിച്ച് വരാൻ പറഞ്ഞു. അതെ, എന്തോ രണ്ടാമത്തെ എന്തോ കൊടോന്ന് എന്തോ ആണ് പറഞ്ഞത് അല്ലേ സാർ? രണ്ടാമത്തെ എന്തോ കൊടോ ചട്ടി എന്തോ വെച്ചോണ്ട് സാറ് പറഞ്ഞു. നിങ്ങൾ ചുമ്മാ ഇരിക്കേ. ആളിനൊരു മാന്യത കൊടുക്കും. നിങ്ങൾ ഈ വന്ന സമയം മുതൽ നിങ്ങളുടെ ഭർത്താവും കൂടെ ഇങ്ങനെ കിടന്ന് അലച്ചുകൊണ്ടിരുന്ന അതൊക്കെ കുറച്ച് മാന്യത കിപ്പി. ആരും അങ്ങനെ ഇങ്ങനെയുള്ള ഇതിന് വരുമ്പോൾ കാര്യം പറ്റും. ഞാൻ കാര്യമില്ല ചോദിച്ചോളൂ. ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ലല്ലേ? ഈ ചേച്ചി എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നു. ഞാൻ ചോദിച്ചപ്പോ ഒരു മാന്യത ഞാൻ ചേച്ചിയുടെ അടുത്ത് വേറെ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഡീസൻസി ആയിട്ട് കീപ്പ് ചെയ്യും. ഇത് അവരുടെ ഡീസൻസി ഒന്ന് കീപ്പ് ചെയ്യും. ഇത് ഈ കുട്ടിയുടെ ഡീസൻസി കീപ്പ് ചെയ്യും. അവരൊക്കെ നല്ല എന്റെ ഡീസൻസി. നിങ്ങൾ ഡീസൻസിക്കാണ് വെള്ളം അടിച്ചുകൊണ്ട് വരുന്നത്, ഭർത്താവിനെയും കൊണ്ടുവരുന്നത്. അകത്ത് കയറിയില്ലല്ലോ സാറേ. അകത്ത് കയറി വന്ന് സാറിൻ്റെ അടുത്ത് എന്തോ സംസാരിക്കാൻ വന്നപ്പോൾ ഞാനല്ലേ പിടിച്ച് മാറ്റി, ഇദ്ദേഹം പിടിച്ച് മാറ്റിയല്ല. അങ്ങനെ ചെയ്യരുത് കേട്ടോ. അവരുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ മാന്യമായിട്ട് പോകാൻ നോക്കണം. ഓക്കെ സാർ, ശരി, കഴിഞ്ഞ കേട്ടോ. എത്ര നോക്കൂ, 5 ഉണ്ടാവാൻ പറഞ്ഞതുപോലെ കൃത്യമായിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ടില്ല അത് ഇന്ന് നിങ്ങളെ വിളിക്കാൻ ആള് വരുമല്ലോ. ഞാൻ ഓട്ടോയിൽ പോകുമ്പോ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങോട്ടാക്കാം. അല്ല, വിളിക്കാൻ ഞങ്ങളെ വണ്ടി വരും സാർ. അടുത്ത ആരെയും സാർ സെലക്ട് ചെയ്തേക്കുന്നത്? ഇനിയിപ്പോ ഞാൻ എഴുന്നേക്കുമ്പോ ഇവിടെ ഇരിക്കാമെങ്കിൽ. സാറ് ഇഷ്ടപ്പെട്ട
വരച്ചോണ്ടിരുന്നത്. നിങ്ങളില്ല കേട്ടോ, ഇവരെ സാർ ഞാൻ 6:30 വന്നിരിക്കുകയാണ് സാർ. സാർ ഞാൻ 6:30 വന്നിരിക്കുകയാണ് സാർ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സാർ എടുത്തു കൊടുക്കട്ടെ സാർ. ഇരിക്കട്ടെ, ഇരുന്നോ. ഒരു മിനിറ്റ് വെച്ചു. ഇരുന്നോ. അതിന് എടുത്തോട്ട് ആ ഫ്രെയിം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ച് കുറച്ചുകൂടി ഒരു സ്ത്രൈണത വരത്തക്ക രീതിയിൽ തന്നെ അതൊന്നും നോക്കി ഇവിടെ ഒന്നും നോക്കി ശരിക്കും കണ്ടിട്ട് ആക്ഷൻ മാത്രമല്ല ഭാവം വരണം. കേട്ടോ. ഓക്കെ. ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ. ഒരു 20 രൂപ ഒന്നാണ്. 20 രൂപ എനിക്ക് കൊണ്ട് തരാമോ? ഒരു ചായ മാറ്റി ഒരു വീടി മാറ്റിയിട്ട് 20 രൂപ. അവിടെ തന്നെ നോക്കുന്നത് നമുക്ക് ആ മാറില്ല. വാഴയിൽ നോക്കിക്കോ, വാഴ പൊക്കത്തിലുള്ള വാഴയില്. ലുക്ക് മാറല്ലേ? അതാ ഞാൻ പറഞ്ഞില്ലേ, ശരിയാവൂല. ഞാൻ ഇരിക്കാം. ചേച്ചി അവരെല്ലാം സെലക്ട് ചെയ്ത് അവരിരിക്കട്ടെ. ചിരിയില്ല കേട്ടാ, ചിരിയില്ല. അതിന് ചിരിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കമ്മലൊക്കെ ഇട്ട് അനക്ക് ചിരിക്കണ്ടെന്ന് അയ്യേ. സാറേ ഞാൻ ഒരു നിമിഷം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തിനാ എന്നെ ശല്യപ്പെടുന്നത്? പ്ലീസ്, ഒരു സാറ് പറഞ്ഞതേക്കുള്ളൂ നിങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ചിരിക്കാൻ എന്റെ അത് സാറിന്റെ എക്സ്ക്യൂസ് മീ, ഈ വരുന്ന സംഭവങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ ഓക്കെ പറ്റുമോ? ഓക്കെ താങ്ക് യു സാർ. അല്ല ഡിസ്റ്റർബ് വന്ന അന്നേരം വരെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുമോ? ഞാൻ വന്ന് നേരം എന്തോ ഒരു ഡിസ്റ്റർബ് ചെയ്തു. വന്നതേ 9:30 മണിക്ക്. 9:30-10 മണിക്കാണ് വന്നത്. 9 മണിക്കായാലും 10 മണിക്ക് വന്നാലും അവരെ ഇതാണ് സാറിന് ഇഷ്ടപ്പെട്ട, അതനുസരിച്ച് ചെയ്തോളൂ. സാർ എന്റെ വരച്ചിരുന്ന അടിപൊളിയായിട്ട് കിട്ടിയേനെ. ചേച്ചി മിണ്ടാതിരി വരക്കട്ടെ. 5000 രൂപ കിട്ടിയില്ലേ? ആ പിന്നെ അടങ്ങിയില്ലേ. സ്റ്റഡി ആയിട്ട് അയക്കണേ. നമ്മൾ ഒരു ആംഗിളിൽ നിന്ന് വേറൊരു ആംഗിളിലേക്ക് പോകുമ്പോഴത്തേനും അത് പടത്തെ ബാധിക്കും. ഇത് തിരിഞ്ഞിരിഞ്ഞ് പോണം. ഇങ്ങനെ ഇരുന്നാ അങ്ങനെ നേരെയല്ലേ ഇരിക്കേണ്ടേ? ഓക്കെ ഓക്കെ. ഇങ്ങനെ വെക്കണം. ഇത് ഇങ്ങനെ അങ്ങോട്ട് അങ്ങനെ നിന്നോട്ടാണ് ഞാൻ പറയത്തുള്ളൂ. എന്തോന്ന് എനിക്കറിയാൻ വയ്യ. മര്യാദക്ക് അവര് പൈസ മേടിച്ച് അവര് ജീവിക്കണം. നിങ്ങൾ വന്നതേ ലേറ്റ് ആയിട്ട്, എന്നിട്ടാണ് നിങ്ങൾ ചെനക്കുന്നത്. എന്തൊരു കഷ്ടമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അടി കൊടുക്കേണ്ട കേസാണ് കേട്ടോ. കുറെ നേരം കൊണ്ട് ഒരു സ്ത്രീ അവരെ ഇരിക്കാനും സമ്മതിക്കില്ല. മുടിയെ പിടിച്ചിങ്ങോട്ടിടുന്നു. അത് തുമ്പ് ശരിയാണോ മുടി ശരിയാണോ അങ്ങനെ നോക്കും. ചുരുട്ടിക്കൂട്ടിയാണോ വെക്കേണ്ടത് ഒരു ഇത് എടുക്കുമ്പോഴത്തേക്ക്? അതിനൊക്കെ നിൽക്കുന്നതിന് ഒരു ഇതുണ്ട്. ഞാൻ ഇപ്പൊ ഒന്നും എടുത്തത്, ഞാൻ പുറത്തിറങ്ങുമല്ലേ. പുറത്തിറങ്ങുമല്ലോ. അവർക്ക് അറിയാം പറയുന്ന വിവരം കേട്ടോ. ഞാൻ അവരെ സംസാരിച്ചു കഴിഞ്ഞാലേ, ഞാൻ അവരോട് സംസാരിച്ചാലേ ഞാൻ തമ്മിൽ എന്തോ വ്യത്യാസം. അതുകൊണ്ട് മൗനം വിദ്വാന്റെ ഭൂഷണം മിണ്ടാതിരിക്കുക. എന്നാലും ഉണ്ടല്ലോ നമ്മൾ ക്ഷമിക്കുന്നതിനൊക്കെ പരിധിയുണ്ട്. എന്നെ അന്നേരം ഡിസ്റ്റർബ് ചെയ്യാൻ എന്നെ റിജക്ട് ആയിട്ട് അവർക്ക് സ്വാഭാവികമല്ലേ? പക്ഷെ അങ്ങനെ വേറെ അന്നെ മുട്ടിച്ചിട്ടല്ല. നിങ്ങൾ ഞാൻ മുട്ടിക്കാൻ സംശയം തന്നെ. ഞാൻ കൊട്ടാരം നിന്ന് എന്റെ 10 മണിക്ക് വന്നിട്ട് കിടന്ന് ന്യായം പറയുന്നുണ്ടോ? നിങ്ങൾക്ക് നഷ്ടമല്ലല്ലോ. ഇവിടെ എനിക്ക് നഷ്ടമാണ്. എനിക്ക് 5000 രൂപ നഷ്ടമാവും. നിങ്ങളുടെ കയ്യിരിപ്പുണ്ടായിരിക്കും നഷ്ടമായത്. നിങ്ങളെ കയ്യിരിപ്പുണ്ടായിരുന്നു. എന്റെ ചിരി എന്റെ എന്റെ പേഴ്സണായിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരുണ്ട്. അയാൾ സംസാരിച്ചു പറഞ്ഞിട്ടില്ലേ ചിരിക്കാനായിട്ട്? അതുകൊണ്ടാണ് ഞാൻ എന്റെ ശരീരം ടച്ച് ചെയ്തു പോകരുത്. ഞാൻ തരും. ഇതൊരു കച്ചടാ. എന്റെ മനസ്സിനെ ഡിസ്റ്റർബ് ആക്കുന്ന പ്രവൃത്തികൾ ചെയ്യാതിരുന്ന മാത്രം മതി. ഞാൻ എന്തൊക്കെ ശല്യത്തിന് ഇയാളെ മുന്നിൽ വന്നോ നിങ്ങൾ ദേഷ്യപ്പെടുന്ന ഒരു മര്യാദയുണ്ട് ഒരു മനുഷ്യന്റെ അടുത്ത്. ഇവിടെ വന്നിരുന്ന ഞാൻ എവിടെ നോച്ചത് എന്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. ആർക്കാ മര്യാദ വേണ്ടിയത്? നിങ്ങൾക്ക് മര്യാദയുണ്ടോ? എനിക്ക് മര്യാദയുണ്ട്. എന്ത് മര്യാദയുണ്ട്? അത് എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല.
നിങ്ങൾക്ക് അച്ഛൻ്റെ 5000 രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാരും അടിക്കുകയും ചെയ്യും. അത് കൊള്ളാമല്ലേ? 5000 രൂപ കിട്ടുന്നത് അടിക്കാനല്ല, അവരത്ര അധ്വാനിച്ചാണ് നിൽക്കുന്നത്. അവർ വലിയ നിങ്ങൾ ഇതിന് മുന്നേ എവിടെ മോഡലായിട്ട് നിന്നതൊന്ന് പറഞ്ഞാണ്. എനിക്ക് സൗകര്യമില്ല നിന്നെ ബോധിപ്പിക്കാൻ. നീ ആരാടി? എങ്കിലും അറിയണ്ടേ? എനിക്ക് സൗകര്യമില്ല. എങ്കിലും അറിയണമല്ലോ നിങ്ങൾ എവിടെയെങ്കിലും നിന്നിട്ടുണ്ടോ ഇല്ലെന്ന് അറിയണമല്ലോ. നീ എന്റെ ആരാ? എന്റെ ആര്? ഞാൻ വരുന്നു, എന്റെ കാര്യം സാധിക്കുന്നു, എന്റെ വീട്ടിൽ പോകുന്നു. അതാണ് എന്റെ ഉത്തരവാദിത്വബോധം. അറിയാമല്ലേ, ഞാൻ അല്ലാതെ വേറെ ഒരു കുഞ്ഞുങ്ങളുടെ കൈയെടുത്താൽ ഞാൻ വന്നില്ല. ഇല്ല, എനിക്ക് ഒന്നും അന്വേഷിക്കുന്നില്ല. ഞാനും ചേച്ചിയുടെ കുടുംബാര്യൊന്നും ഞാൻ അന്വേഷിച്ചില്ല. ഞാൻ നിന്റെ അടുത്ത് വല്ലതും പറയാൻ വന്നോ? പ്ലീസ് ദയവ് ചെയ്ത് ഇനി എന്റെ അടുത്ത് മിണ്ടാൻ നിൽക്കരുത്. അപ്പൊ ഇത് ചെയ്യിപ്പിക്കില്ല, അവരെ ദ്രോഹിക്കാണ് നിങ്ങൾ. ഈ പൈസ കിട്ടുന്നത് കാറ്റ് കൊടുക്കുന്നത് പാവമല്ലേ? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് ഇത് കാറ്റല്ലേ കൊടുക്കുന്നത്? എന്നെ താറ്റാനും നിൽക്കണ്ട, എന്നെ അത്തുപോലെ കാറ്റടിപ്പിക്കാൻ നിൽക്കണ്ട. നീ നിന്റെ കാര്യം നോക്ക്. ഒരു കാറ്റും എനിക്ക് എന്റെ അടിച്ചില്ല, കാര്യം, ഞാൻ എനിക്ക് എന്റെ കാര്യം വേണ്ടാന്ന്. ഇയാൾക്കുള്ള തുപ്പൽ എന്റെ മുഖത്ത് തെറിക്കുന്നത് ഇഷ്ടമല്ല. വരച്ചു തുടങ്ങിയതേ ഉള്ളൂ, എന്ത് രസം നോക്ക്. വരച്ച് വന്നത് അതിന് ഇടയ്ക്ക് കിടന്ന് ഈ ബഹളം. ആ ചിരി ഇല്ലാത്തോണ്ടാ കവള് കോണിച്ചിരിക്കുന്നത്. ചിരിക്കണ്ടാന്ന് സാറ് പറഞ്ഞെന്ന്. സാർ പുഞ്ചിരിക്കാൻ പറഞ്ഞെന്ന്. ചിരിക്കാത്തോണ്ടാണ് ഇവിടെ കോണിച്ചിരിക്കുന്നുണ്ട്. ഇതിൽ കയറി തുടരത്തുള്ള കാര്യം ഞാൻ പറഞ്ഞു സാറിനെ വിളിക്കും. ആ കവളിന് കോണിപ്പ് കണ്ട. ഇയാൾക്കെന്ത് വേണം? ഇയാൾ ആരാ? നീ ആരാടി? കവളിന് കോണിപ്പുണ്ടെന്ന് നീ ആരാടിയുന്നു? നീ ആരാ? ഒരു പടം കാണുമ്പോ അതിന് അഭിപ്രായം പറയാ ഇത് വരില്ലേ? അത് എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. കഷ്ടം, എനിക്ക് അറിഞ്ഞു. കാണത്തത്തെ കിടന്ന വ്യക്തി അങ്ങോട്ട് അവള്. ഒരു 200 രൂപ കൊട്ടാര പോയിട്ട് കൊട്ടാരിക്കരെ ചേച്ചി 200 രൂപ വാങ്ങിച്ചാ ഞാൻ വന്ന് പോയിട്ട് പ്രശ്നമാണ് ഇവര്. അങ്ങോട്ട് പോകുമ്പോ പെട്രോൾ അടിക്കണ്ടേ വണ്ടിയിൽ? ചേച്ചിയുടെ വാങ്ങിച്ചാ ചേച്ചി ഉണ്ടല്ലോ ഒരു 200 രൂപ ചേച്ചി 200 രൂപ കൊടുക്കാൻ. എന്റെ ഇല്ല. കണ്ണി കണ്ടവർക്ക് ഞാൻ പണം കൊടുക്കുന്നത് ഞാൻ പണം വാരി കെട്ടിക്കൊണ്ട് നടക്കുന്ന. അല്ലെങ്കിൽ ഞാൻ പൈസ ഉണ്ടെങ്കിൽ എന്റെ ആവശ്യത്തിന്. 100 രൂപയുള്ള മനുഷ്യ ഇവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞല്ലേ ഞാൻ 5000 രൂപ ചേച്ചി എനിക്ക് 5000 രൂപ നിന്ന് 200 രൂപ ചേച്ചിയുടെ അടുത്ത് ഒന്ന് ചോദിക്കുന്നു. 100 രൂപ കൊടുക്കാൻ പോലെ അവർക്ക് പൈസ കൊടുക്കില്ല, അവർക്ക് വേറെ 5000 രൂപ ഒരു 500 രൂപ വെച്ചേ. പിന്നെ ഞാൻ പറഞ്ഞ 1000 രൂപ തൊലി വെളുപ്പുണ്ടെന്ന് മനസ്സ് മൊത്തം അഴുക്കിയാണ്. 4000 രൂപ എനിക്ക് താണ്ടേ തൊലി വലിപ്പുണ്ടെങ്കിൽ അത് എന്റെ കഴിവാണ്. അതൊക്കെ പറയേണ്ട കാര്യം എന്തോന്നാണ്? നാക്കം വെച്ച് ചുമ്മാതിരുന്നോളണം കേട്ടല്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ സംസാരിക്കും. തൊളി വെളുപ്പുള്ളതുകൊണ്ടാണ്. രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യം എന്തോന്നാണ് ഇപ്പൊ? യോഗി ഞാൻ 4000 രൂപ അവർക്ക് കൊടുക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കും. അതുകൊണ്ട് അങ്ങനെ പറയണോ? അല്ലെങ്കിൽ 500 അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ചുമ്മാ തൊളി വെളുപ്പുള്ളതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് വെളുത്തുകൂടായിരുന്നു. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് വെളുക്കണ്ടെന്ന്. സാറ് വരയ്ക്കുന്നില്ലേ? നിർത്തിയാ? മതിയായി വരച്ച്, അതാണ് പോയത്. ഇത് അമേരിക്കയിൽ നാളെ പോയി, നാളത്തെ ഫ്ലൈറ്റിന് പോയി അത് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ 3 പേർക്ക് 1.5 ലക്ഷം രൂപ വെച്ചാൽ ഒരു മാസം വരുന്നത് അറിയാവോ? അത് ഈ സാറ് മുഖേന ഇത് കിട്ടൂല ഉറപ്പ്. സാർ പിന്നെ എന്ത് മാറിപ്പോയി? ഇഷ്ടപ്പെടാത്തോണ്ടായിരിക്കും മാറിപ്പോയിട്ടുള്ളത്. അത് അത്യാവശ്യം അർജന്റ് മീറ്റിംഗ്, ഗൂഗിൾ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അർജന്റായിട്ട് മാഡത്തിന് ഇഷ്ടപ്പെട്ട അമേരിക്കയിൽ ഇത് കാണിക്കുന്നത്. അത് 2 വർഷം കഴിഞ്ഞിട്ട്. ഞാൻ സഹിച്ചോളാം. ഇനിയിപ്പോ അമേരിക്കയിലൊക്കെ പോകുമ്പോ ഇത് മാറ്റേണ്ടി വരും. നീ ആ പൂലോകരമ്പെന്ന് അല്ല, നീ കൂതറയാ. ഒരു വികാരവും വരാത്ത മനുഷ്യനെയാണ് പറഞ്ഞു വിട്ടേ എന്നുള്ളത്. സാർ ഒന്ന് ചെവി വെത്താമോ? ഒന്ന് ചെവി എല്ലാം നാല് സൈഡിൽ ആൾക്കാരെ ഇടുന്നു. വായി തോന്നുന്ന മിണ്ടാതാണ് മാന്യമായിട്ട് ആൾക്കാർ വന്നിരിക്കുന്നു. വീട്ടിനിടയ്ക്ക് ഇത് നേച്ചി പ്രശ്നം നാണം കെടുത്താൻ വേണ്ടി ആൾക്കാരോട്ട് അടിയും ബഹളവും ഒരു 200 ഉണ്ടായി. ഞാൻ എന്തേരാണ്? ഞാൻ എന്റെ ഭർത്താവോ എന്റെ ആങ്ങളെയോ ആരാ ഇയാൾ? ഇയാൾ എന്തായിരുന്നു 200 രൂപ ചോദിക്കാൻ? ഞങ്ങളെ പെണ്ണുമ്പടുത്ത് നോക്കട്ടെ. അല്ല 100 രൂപ ഉള്ളൂ. 100 ഒരു തോർത്തോണ്ട് റോട്ടിൽ കുത്തിരിക്കും. ഞാൻ 200 രൂപ കൊടുക്കാൻ കയറി. നിന്റെ നാട്ടിൽ ഇങ്ങനെ തന്നെയാടാ ഇവര്. നിങ്ങൾ അവിടെ പോയിരുന്നോ? ഞാൻ വരാം. ഇപ്പൊ സാറിപ്പം വരുന്നു പറഞ്ഞേ. സാറിനോട് ഞാൻ പറഞ്ഞു എന്തൊരു സൗമ്യത. ഇപ്പൊ നമുക്ക് പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കാൻ പറ. അവരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇനി കിടന്ന് വിഷയം ഉണ്ടാക്കിയാൽ ഈ ഓക്കെ ആയതിന് കളയരുത്. നിങ്ങൾ മര്യാദയ്ക്കുന്നത് നിങ്ങൾക്ക് കൊള്ളാം. കഷ്ടിച്ച് അതൊന്ന് തീർത്തിട്ട് അവരോട് ഇതൊന്ന് തീർത്തിട്ട് വിളിക്കാന്ന് പറയും. യു വിൽ കണ്ടിന്യൂ ആഫ്റ്റർ ഫിനിഷിംഗ് ദിസ് വർക്ക്.
നിങ്ങൾ മാറി നിൽക്ക് ആ സാറ് ചെയ്യുന്നതല്ലേ. കൊള്ളത്തില്ല. ഇതെന്തോന്ന് ചേച്ചി ഒന്നും പറയാ. എന്തേലും ഇത് ഞാൻ കൊള്ളത്തില്ല. അതുമല്ല നോക്കാം. ചേച്ചിക്ക് അമേരിക്കയിൽ പോകാൻ പാസ്പോർട്ടൊന്നും ഇല്ലല്ലേ? പാസ്പോർട്ടൊന്നും ഇല്ലല്ലേ? അത് കൊള്ളത്തില്ലെന്ന്. അത് ഒട്ടും കൊള്ളത്തില്ല ചേച്ചി. ഞാൻ എന്നെ വേറെ ഇതാക്കരുത് നീ. സാറിന് അതിപ്പോ മനസ്സിലാവും അത് സാറ് കൊള്ളാത്ത. കിടന്ന് കരയുന്നു. ഗൂഗിൾ മീറ്റിൽ കിടന്ന് ഇപ്പൊ നിങ്ങൾ അയച്ചു കൊടുത്ത അവർ കൺഫേം പറഞ്ഞ കേസ് ഇപ്പൊ വേണ്ടാന്ന് ഇപ്പൊ പറയാം. എന്ത് പറ്റിയ തീർത്ത് കിട്ടിയതെല്ലാം. അപ്പൊ ഇനിയിപ്പോ എന്റെ വരയ്ക്കൂലേ? അത് നിങ്ങളെ നല്ല രണ്ടുപേരെയും വരയ്ക്കൂല. ചേച്ചി അത് കൊള്ളൂല ചേച്ചിക്ക്. ഈ പോകുന്ന വഴിക്ക് ദൈവം നമ്പർ നിന്റെ കൂരി തന്നില്ലെങ്കിൽ എന്റെ പേരിന് പട്ടി കിട്ടു വിളിച്ചു. അത് കൊള്ളാത്തോണ്ടാണ് ചേച്ചി പൈസ. അത് ഒട്ടും വരച്ചിട്ട് കൊള്ളൂലായിരുന്നു. സത്യമായിട്ട് വരച്ചിട്ട് കൊള്ളൂലായിരുന്നു. സത്യമായിട്ട് കൊള്ളൂലായിരുന്നു. ചേച്ചി വരണം. അറിഞ്ഞേ പറ്റിക്കും. എനിക്കൊന്ന് അടിച്ചാണ്. എനിക്ക് അടിച്ചാണ്. ഫോൺ എടുത്ത് ആരെ വിളിക്കാൻ പോണം? അത് എന്റെ മൗലികാവകാശം. എന്റെ ഫോൺ നിങ്ങൾക്ക് എന്തൊരു ശല്യം? എന്ത് മൗലികാവകാശം? എന്നെ പ്രാപ്യത അപ്പൊ നിങ്ങളെ മൗലികാവകാശം. വീട് മാറുന്നു. ഫോണൊന്നും ഇപ്പൊ ആരെയും വിളിക്കണ്ട. ഫോണൊന്നും വിളിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തൊരു ശല്യം എന്ന് പറയാ. സാറിനെ കണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് പോവാം. ഞാനും കൂടെ വരാം. ചേച്ചിക്ക് വേണ്ടി എനിക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യും. ഞാൻ 1000 രൂപ നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞു. നിങ്ങൾ പറ. ഈ വ്യക്തിയെ വിളിച്ചോണ്ട് പോന്നോ? 1000 രൂപ വിളിച്ചോണ്ട് പോന്നോ നിങ്ങള്? എത്ര സമയത്ത് അധ്വാനം അറിയോ? എത്ര സമയത്തെ അധ്വാനം അറിയോ? സാറേ പോയത് അല്ല ഗൂഗിൾ മീറ്റിൽ വേണ്ടെന്ന് വെച്ചു. ഇനി ആ 1 ലക്ഷം വേണ്ട. ഇനി അവരെ ഫോട്ടോയും വേണ്ട. ഇനി ഈ കൊട്ടാരക്കരയൊന്നും ഇനി ഫോട്ടോ വേണ്ട. സാറിൻ്റെ ജോലി പോകും. മുഖത്തിന്റെ പകുതി ഇവിടെ കിടക്കുക. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ അപ്പ 200 വന്നെങ്കിൽ ഞാൻ വിളിച്ചോണ്ട് പോയതല്ല. പോലീസിനെ വിളിക്കാൻ പറ്റുന്നത് മറ്റേ പൈസ എനിക്ക് ബിസിനസിന്റെ പ്രചാരത്തൊക്കെ തിരിക്കുക. പൈസ ഓടിക്കേ. 6 മണിക്ക് വന്നാണ്. നിങ്ങളെപ്പോലെ നേരത്തെ വന്നതാ. 10 മണിയാകുമ്പോൾ വന്നല്ല നമ്മള്. 6 നിങ്ങൾ ഏതുവരെ പോകുന്നു? ഇവിടെ മര്യാദയ്ക്ക് അവിടെ വന്നു. ഇങ്ങോട്ട് അവരെന്നെ കടിച്ച് അവരെന്തെല്ലാം പറഞ്ഞു എന്തെല്ലാം ഉപദ്രവിച്ചെന്നറിയോ? എനിക്ക് അവരുടെ തിരിക്കാൻ പറ്റൂല. ഞാൻ ഇരിക്കൂല അവരടുത്ത്. പാതി പൈസ 200 തന്നെ ഞാൻ വാങ്ങിച്ചോട്ടെ പേന. ഇനി അവരെ ദ്രോഹം ചെയ്യോ? എന്റെ ഫോട്ടോ വരയ്ക്കോ സാർ? അത്രേ ഉള്ളൂ. ഇനി നിങ്ങളെ ഫോട്ടോയും വരയ്ക്കും. ആ ചേച്ചിയുടെ ഫോട്ടോയും വരയ്ക്കും. ഓക്കെ ആണല്ലോ. ശരി, നിങ്ങൾ രണ്ടും കൈ കൊടുക്കും. ഒരുമിച്ച് നിന്നാ 3 ലക്ഷം രൂപ കൈ പൊക്കാം. നമ്മൾ രണ്ടുപേരെ ഫോട്ടോ വരയ്ക്കാന്ന് പറഞ്ഞു ചേച്ചി കൗമുദി ചാനലിന്ന്. ചേച്ചി പറയുന്നേക്ക് കേള് കേൾക്കുമല്ലയോ മോളെ? ഞാൻ എനിക്ക് മുഖത്ത് നോക്ക്. നമ്മൾ രണ്ടുപേരെയും ഫോട്ടോ വരയ്ക്കാന്നല്ലേ സാർ പറഞ്ഞത്? സാറേ രണ്ടുപേരും ഫോട്ടോ പിടിയെല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞു. സാറേ എനിക്ക് ഒരടിയില്ല. ഞാൻ നല്ലൊരു സാർ എന്നെ കടിച്ചു. സാർ കടിച്ചു.
അത് കടിച്ചു പോകും, ആരാരും കടിച്ചു ഓ പോകും. എന്നെ കടിച്ചു. സാറേ ഇതാ ഭർത്താവിന് 200 രൂപ വെള്ളം അടിക്കാൻ കൊടുക്കുക. എന്റെ ബാഗ് പിടിച്ച് വെച്ചേക്കുവാ. എന്റെ ഫോൺ പിടിച്ച് ഞാൻ ഇപ്പം തിരിച്ചു മേടിച്ചു വെച്ചു. എന്റെ ഫോൺ ഇതിനകത്ത് ഒരു 500-600 കോൺടാക്ട് നിങ്ങളിത് പറഞ്ഞത് സമരി ആയെന്നാണോ പറഞ്ഞ്? സമരിയായി സാറേ. ഇത് ഇതുവരെയാണോ? അല്ല സാർ ഞാൻ സാധിച്ചു. നമ്മൾ രണ്ടുപേരും പടം വരയ്ക്കത്തില്ലേ സാർ? വരയ്ക്കും, വരയ്ക്കും. പിന്നെ എല്ലാം ശരിയാക്കാം. എവിടെയാണ് സാർ? കൗമുദിയിലാണോ? കൗമുദിയിൽ ചെയ്യാം. കൗമുദിയിലെ ഓ മൈ ഗോഡ് എന്ന് പറയുന്ന പ്രാങ്ക് ഷോ ഇല്ലേ, അവിടെയാണ് നമ്മളെ ഫോട്ടോ വരച്ചു കൊടുക്കുന്നത്. കേട്ടാ, മനസ്സിലായ? മനസ്സിലായി. എന്തോന്നാണ് മനസ്സിലായി? മനസ്സിലായി. എന്തോന്ന് മനസ്സിലായെന്ന് പറ. എനിക്ക് മനസ്സിലായി, പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. മനസ്സിലായി ചേച്ചി, ഇത് പ്രാങ്ക് ഷോയാണ് കൗമുദി ടിവിയിൽ. അതോ അവിടെ ഇവിടെ ഒക്കെ ക്യാമറയാണ്. ഓ മനസ്സിലായി. എന്താന്ന് മനസ്സിലായി? അച്ചോ നിങ്ങളെ കൊണ്ടുവന്ന ആളെ അറിയാമോ? കൊണ്ടുവന്ന ആളൊക്കെ മനസ്സിലായോ കാര്യം എന്തെന്ന്? ഇതൊക്കെ നേരത്തെ പറഞ്ഞു. അയ്യോ, പറഞ്ഞപ്പോ ഞങ്ങൾ ചേച്ചി ഇത്രയും പെർഫോം ചെയ്യോ? എങ്കിൽ ഇതിൽ ഞാൻ കൂടുതൽ പറഞ്ഞു. എന്തായാലും കമ്മ്യൂണിറ്റിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. വളരെ സന്തോഷവും സ്വീകരിക്കുക. ആദ്യം ക്യാഷ് പ്രൈസാണ്. മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്ങൾ നൽകുന്ന സമ്മാനം.